ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് മസ്കറ്റിലേക്ക് പോവാണ്. എവിടേക്കാ നമുക്കിപ്പോ നമ്മൾ പോണത്? മസ്കറ്റിലെവിടെ? നമ്മളിപ്പോ പോകുന്നത് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നമുക്ക് ഇപ്പോഴാണ് പോവാനായിട്ട് സമയം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചേക്കണത്. ഇവിടെ ഒരുപാട് കലക്കം പരിപാടികളാണ് നടക്കുന്നത്. ലൈറ്റ് ഷോ, വാട്ടർ ഷോ, മ്യൂസിക് ഷോ, പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം ഡ്രോൺ ഷോ. കിട്ടിലും പരിപാടിയായിരിക്കും. നമ്മളിതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ആരിച്ച് പേർക്ക് കാണാൻ പോവാണ്. മൊത്തം ഒരു 6-7 സ്ഥലങ്ങളിലായിട്ടാണ് മസ്കറ്റ് നൈറ്റിന്റെ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പക്ഷെ വന്നിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള അൽഖുറം നാച്ചുറൽ പാർക്കിലാണ്. ഈ ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഇവിടുത്തെ പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ അഫോർഡബിൾ ആണ്. നമുക്ക് അഡൾട്ട്സിന് വരുന്നത് 1 റിയാലും കുട്ടികൾക്ക് 500 പൈസയാണ് വരുന്നത്. പിന്നെ അകത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ കാർഡ് എടുത്തിട്ട് അതിനകത്ത് എമൗണ്ട് അടച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ബഹ്ലയിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണങ്ങളും ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. അത്രയും കിടിലൻ പരിപാടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഡ്രോൺ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമൊക്കെ കാണുന്നത്. പിന്നെ അതുപോലെ വിദേശികളും സ്വദേശികളായിട്ട് 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒമാനിലുണ്ടായിട്ടും ഇനിയും ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോവുക, കാണുക, ആസ്വദിക്കുക. അത്രയും അടിപൊളി ഗംഭീര പരിപാടികളാണ്. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം കൂടെ കാണുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പോയി കാണുക. ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടണമെങ്കിൽ അടുത്ത വർഷം ആവണം. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വ്യൂ എടുത്ത് നോക്കിയാൽ